ഇറാൻ യുഎഇയെ ആക്രമിക്കുന്നു. പക്ഷേ യുഎഇ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വലിയൊരു ടെൻഷൻ ഉയരുകയാണ്. ഇറാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള അവസ്ഥ ഇപ്പോൾ വളരെ സെൻസിറ്റീവാണ്. റിപ്പോർട്ട്സ് അനുസരിച്ച് യുഎഇക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതായി പറയുന്നു. പക്ഷേ അതിൽ ഷോക്കിംഗ് കാര്യം എന്താണെന്നറിയാമോ? യുഎഇ ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല. ഇത് കണ്ടപ്പോൾ പലർക്കും ഡൗട്ട് വരും, യുഎഇക്കെന്താ പവറില്ലേ? അല്ലെങ്കിൽ ഇതൊരു പ്ലാൻഡ് സ്ട്രാറ്റജിയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പിന്നിലെ മുഴുവൻ കഥ മനസ്സിലാക്കാം. ഇറാൻ എന്തിന് യുഎഇയെ ടാർഗറ്റ് ചെയ്യുന്നു? ആദ്യം ഒരു ബേസിക് ചോദ്യം. ഇറാൻ എന്തിന് യുഎഇയെ അറ്റാക്ക് ചെയ്യണം? ഡയറക്റ്റ് എനിമി റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ടെൻഷൻസ് വളരെ സ്ട്രോങ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രയേലും ഇറാനെതിരെ സ്ട്രോങ് ആക്ഷൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ യുഎഇ ഈ രാജ്യങ്ങളുമായി ക്ലോസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ട്രേഡ്, ഇന്റലിജൻസ് കോഓപ്പറേഷൻ, സ്ട്രാറ്റജിക് അലൈൻമെന്റ് ഇവയെല്ലാം ഇറാൻ ഒരു സിഗ്നലാണ് യുഎഇ കംപ്ലീറ്റ്ലി ന്യൂട്രൽ അല്ല. അതുകൊണ്ട് ഇറാൻ നേരിട്ട് ഫുൾ സ്കെയിൽ വാർ തുടങ്ങാതെ ലിമിറ്റഡ് അറ്റാക്സ് വഴി പ്രഷർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊരു വാർണിംഗ് സ്ട്രാറ്റജിയാണ്, ഞങ്ങൾക്ക് റീച്ച് ചെയ്യാൻ കഴിയും എന്ന് കാണിക്കാൻ. യുഎഇ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, യുഎഇക്ക് മിലിറ്ററി പവർ ഇല്ലാത്തതുകൊണ്ടാണോ തിരിച്ചടിക്കാത്തത്? അല്ല. യുഎഇക്ക് അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്, മോഡേൺ വെപ്പൺസ് ഉണ്ട്. പക്ഷേ അവർ റിറ്റാലിയേഷൻ ഒഴിവാക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഇക്കോണമിയാണ്. യുഎഇ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യം മാത്രമല്ല, അവരൊരു ഗ്ലോബൽ ബിസിനസ് ഹബ്ബാണ്. ദുബായ്, അബുദാബി പോലുള്ള സിറ്റീസ് ലോകത്തിന്റെ ടൂറിസം, ഫിനാൻസ്, ട്രേഡ് സെന്റേഴ്സാണ്. വാർ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റേഴ്സ് ഫിയറായി പുറത്തേക്ക് പോകും. ടൂറിസം കംപ്ലീറ്റ്ലി കൊളാപ്സ് ആകും. ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആകും. അതായത് യുഎഇയുടെ എൻറ്റയർ ഇക്കോണമി റിസ്കിലാകും. ഇതോടൊപ്പം വൾണറബിലിറ്റിയും ഒരു വലിയ ഫാക്ടറാണ്. യുഎഇ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ ഇറാൻ ഒരു വലിയ മിലിറ്ററി പവറാണ്. മിസൈൽ, ഡ്രോൺ കപ്പാബിലിറ്റി വളരെ ശക്തമാണ്. റിറ്റാലിയേഷൻ വന്നാൽ യുഎഇക്ക് ഡയറക്റ്റ് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് യുഎഇ ഒരു റിസ്കി എസ്കലേഷൻ അവോയ്ഡ് ചെയ്യുന്നു. യുദ്ധം അവോയ്ഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഇപ്പോൾ സിറ്റുവേഷൻ ഓൾറെഡി കോംപ്ലക്സ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രയേൽ, ഇറാൻ. ഇതിൽ യുഎഇ നേരിട്ട് അറ്റാക്ക് ചെയ്താൽ ഇതൊരു ഫുൾ സ്കെയിൽ റീജിയണൽ വാർ ആകാൻ ചാൻസുണ്ട്. അതിന്റെ കോൺസിക്വൻസസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് യുഎഇയുടെ സ്ട്രാറ്റജി സിമ്പിളാണ്: സർവൈവ് ഫസ്റ്റ്, ഫൈറ്റ് ലേറ്റർ ഇഫ് നീഡഡ്. അവർ ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നു, ഡിപ്ലോമാറ്റിക് ചാനൽസ് ഓപ്പണാക്കി വയ്ക്കുന്നു, പക്ഷേ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ അവോയ്ഡ് ചെയ്യുന്നു. യുഎഇയുടെ കറന്റ് റെസ്പോൺസ്. ഇപ്പോൾ യുഎഇ എന്താണ് ചെയ്യുന്നത്? ഇൻകമിംഗ് ഡ്രോൺസും മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. എയർ ഡിഫൻസ് സിസ്റ്റംസ് ആക്റ്റീവാണ്. സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. ഇന്റർനാഷണൽ പാർട്ട്നേഴ്സുമൊപ്പം കോർഡിനേഷൻ നടക്കുന്നു. പക്ഷേ റിറ്റാലിയേഷൻ ഇല്ല. ഇത് വീക്ക്നെസ് അല്ല, കാൽക്കുലേറ്റഡ് സൈലൻസ് ആണ്. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ, യുഎഇയുടെ ഈ സ്ട്രാറ്റജി വർക്കാകുമോ? ഇപ്പോൾ വരെ അവർ സ്മാർട്ടായി മൂവ് ചെയ്യുന്നു, വാർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇക്കോണമി പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു കാര്യം ക്ലിയറാണ്, ഇത് വീക്ക്നെസ് അല്ല, സർവൈവൽ സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ ഗ്ലോബൽ രാഷ്ട്രീയം സിമ്പിളായി മനസ്സിലാക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ